എന്റെ നാട് കുട്ടനാട്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് വരാൽ വേട്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വരാലിനെ പിടിക്കാനുള്ള ഇരയെ കണ്ടെത്തണം. ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞ് ചെമ്പല്ലികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ പൊക്കണം. അതിനായിട്ട് കുറച്ച് മാവ്, ആട്ടമാവ് എടുത്ത് നനച്ച് കുഴച്ച് പരുവപ്പെടുത്തി നമ്മളിന്ന് ചെമ്പല്ലിയെ പിടിക്കാൻ പോവാം. കുഞ്ഞ് ചെമ്പല്ലി, വരാലിന് വെട്ടാൻ പാകത്തിനുള്ള കുഞ്ഞ് ചെമ്പല്ലിയെ നമ്മൾ പിടിക്കണം. ട്രൈ ചെയ്യുകയാണ്. ഇഷ്ടംപോലെ കുഞ്ഞ് ചെമ്പല്ലിയുണ്ട്, ക്ഷാമമൊന്നുമില്ല, കിട്ടും. നമ്മൾ മാറി മാറി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 8 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെമ്പല്ലി നമ്മൾ പൊക്കി കരയിലെടുത്തിട്ടുണ്ട്. നോക്ക്, അധികം വലിപ്പമൊന്നുമില്ല, കുഞ്ഞുക. നമുക്കിനി ഇവനെ ഊരി എടുത്ത് നമുക്ക് കോർത്ത് തോട്ടിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ ക്യാമറാമാൻ ഇന്ന് ലീവാണ്, കാരണം സ്കൂളിൽ പോയിരിക്കുകയാണേ. അപ്പം നമ്മൾ തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഊരിയെടുത്ത് നമ്മൾ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോട്ടിക്കൊണ്ടിട്ടേക്കാം. ഈ സ്പോട്ടാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഇട്ട് വെച്ചേക്കാം. കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും ചെമ്പല്ലി ഇവിടെ കിടക്കട്ടെ. ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത ചൂണ്ടയെടുത്ത് അടുത്ത ചെമ്പല്ലി പിടിക്കാം. തേമാവ് കുഴച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് നോക്കാം. ഇട്ടിട്ടുണ്ട്, കിട്ടുമോ നോക്കാം. ഇനി കിട്ടുന്നത് ഇട്ടുടനെ തന്നെ കൊത്തുണ്ട്. ഇവനെ വലിച്ചു പൊക്കി കരയിലിട്ടിട്ടാൽ മതി. കൊത്തുന്നുണ്ട്. വെയിറ്റിങ്ങിലാണ് നമ്മൾ. അതെ, ഇപ്പോൾ താമസിക്കാതെ തന്നെ അടുത്ത ചെമ്പല്ലിയും കിട്ടി. ഇപ്പം കിട്ടിയത് കണ്ട് തീരെ കുഞ്ഞതാണ്. സിമ്പിളായിട്ട് വരാലിന് വെട്ടാം. നമ്മൾ അടുത്ത ചൂണ്ട എടുത്തിട്ടുണ്ട്. ഇത് ഏറ് ചൂണ്ടയാണ്. എറിഞ്ഞ് നമുക്ക് ഇച്ചിരി ദൂരേക്ക് ഇടാം. അങ്ങനെ ചെമ്പല്ലി പിടിക്കുക, കോർക്കുക, ഇടുക. പല പല ചൂണ്ടകളെടുത്ത് കോർത്ത് ഓരോ സ്ഥലത്തേക്ക് ഇട്ടേക്കുവാണ്. വരാൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പുലിനകത്തെല്ലാം കുരുങ്ങി കിടക്കുക. ഇച്ചിരി പണിയാണ് എടുക്കുന്നത്. ഇവിടെ നൂലില് വെള്ളം ഒഴിഞ്ഞിരിക്കുക. അവിടെ എടുത്ത് നോക്കാം. ആ എറമ്പിന് വന്ന് കുരുങ്ങി, നടുപ്പൊന്ന് വെട്ടിയിട്ട് ആ എറമ്പിന് വന്ന് കുരുങ്ങിയിട്ടുണ്ട്. എടുക്കട്ടെ, എടുത്തിട്ട് കാണിക്കാം, അതായിരിക്കും നല്ലത്. വരാലിവിടെ കിടപ്പുണ്ട്. വെള്ളത്തിൽ പോകുന്നില്ല, കാണാൻ പറ്റുമെന്തോ. അടിപൊളി വരാല, വലിയ വരാല കേട്ടോ, നല്ല നാടൻ വരാല. അവനൊന്ന് വെട്ടി കുറേ ചെമ്പല്ലി ഞാൻ കോർത്തിട്ട്. ഇങ്ങനെ എത്ര എണ്ണം കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ ഇയ്യോ തുമ്പത്താ വിൽക്കാറ് ഊരിപ്പോ. പക്ഷേ ഞാനിത് ഊരി എടുത്തിട്ട് കാണിക്കാം. വരാൽ കിട്ടി, കിടിലും സാധനം കണ്ടോ, എൻ്റെ സൈസ് കണ്ടോ. നല്ല വരാൽ ഉണ്ടോ, നല്ല നാടൻ വരാൽ. നല്ല ഗിൽസൊക്കെ കൊണ്ടോ. അത് മതി, ഇനി ഊരി ഇട്ടിട്ട് കാണിക്കാൻ. ഊരി എടുത്തിട്ടുണ്ട്, അതിന് വരാലെടുത്തിട്ടുണ്ട്. വാലും ഉണ്ട്. വാ മോനെ, കിട്ടില്ല. നമുക്കൊരു വരാലെടുത്ത് കിടപ്പുണ്ട്. രാത്രി ഒത്തിരിയായി, ചുമ്മാ നോക്കിയതപ്പം കെട്ടിക്കിടപ്പുണ്ട്. ഒരു 10 മണി പറയാം. പക്ഷേ ഇവൻ പണി തന്നു, പുല്ലിനകത്ത് കുരുങ്ങി കിടക്കുക. പകലടിച്ച അതേ സ്പോട്ടിൽ ചെമ്പല്ലി കുഞ്ഞിനെ കോർത്തിട്ട് എന്തായാലും എടുക്കാൻ പറ്റുമോ നോക്കാം. ഇല്ല, രാവിലെ എടുക്കാം. നീ നൂലെ പിടിച്ചാണ്. ഒരു കമ്പിയുണ്ട്,
കമ്പി കൊണ്ട് നമുക്ക് തോണ്ടിയെടുക്കാം. അപ്പുറം വഴി എല്ലണം. ഇവിടെ എവിടെയാണ്? ഇവിടെ അനങ്ങുന്നുണ്ട്. ഇല്ലടാ, ഇവിടെ അനങ്ങുന്നുണ്ട്. നോക്കാം. എടുത്തിട്ട് കാണിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫോൺ ഈ വെള്ളത്തിലോട്ട് പോകും. നമുക്ക് വരാലടിച്ചിട്ടുണ്ട്, നോക്കാം. എനിക്ക് വരാൽ തന്നെയാണോ നോട്ടെ. നമ്മളിവിടെ കോർത്തിട്ട ചൂണ്ടയാണേ. അയ്യോ, ഒരു പോലെ ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയത്. അയ്യോ, പോയോ? ഇല്ലടാ, ഏതാണ്ടുണ്ട്. ഇന്നലെ രാത്രി കോർത്തിട്ടത് നമ്മളിതുപോലെ വലിച്ചെടുത്തപ്പോഴേക്കും അത് പോയി. പിടിച്ചോണേ നോട്ടെ. ഇവിടെ ഉണ്ട്. അടിപൊളി. അയ്യോ, പോകല്ലേ പോകല്ലേ പോകല്ലേ. കണ്ടോ പിടിച്ചോ. ഒരു മിനിറ്റ്, ഞാനിത് പിടിച്ചോട്ടെ. അത് ഊരിപ്പോയതാ. സൈഡിൽ ഇറങ്ങില്ലായിരുന്നു. ഞാൻ എന്തായാലും അതിനെ ആമത്തി പൊക്കി പിടിച്ച്, എന്തായാലും അത് ഓടിയില്ല, പിടിച്ച് കിട്ടി. നമ്മുടെ വരാല് പടക്കുക. എന്തായാലും അതിനെ കിട്ടിയിട്ടുണ്ട്, കളഞ്ഞില്ല കേട്ടോ. അത് സൈഡിലോട്ട് ചേർന്നിരിക്കുമായിരുന്നു. എന്തായാലും എടുത്തിട്ടുണ്ട്. അല്ലേ പോയേനെ. കുഴപ്പമില്ല. അല്ല, ഇത് നാടൻ വരാലാണോ? ഇപ്പൻ്റെ കാര്യം എന്തോ വരാലേ, നാടൻ വരാലോ. എന്തായാലും ഇവനെ ദേ പോണ്. അങ്ങോട്ട് അടുപ്പിക്കടാ, അവനത്ര വെളിച്ചിലാണ്. അപ്പം ഇവനെ നമുക്ക് കിട്ടിയത് ചെമ്പല്ലി കുഞ്ഞിനെ കോർത്തിട്ടാണ്. എന്തായാലും പാവം തക്കടുമുണ്ടൻ. ചെമ്പല്ലി കുഞ്ഞിനെ നമ്മൾ കണ്ടത്തിൽ നിന്ന് പിടിച്ച് നേരെ കോർത്ത് തോട്ടിലോട്ടിടും. അങ്ങനെ കിട്ടിയതാണ്. പിന്നെ നമുക്കിനി കുറേ ചൂണ്ട കോർത്തൊന്ന് ഇട്ട് നോക്കണം. കുപ്പിയിൽ കെട്ടി ഈ തോട് മുഴുക്ക വരാല അവരെല്ലാം നമുക്ക് പിടിക്കണം. ഈ തോടിൻ്റെ അക്കരെ സൈഡിലൊക്കെ ഇഷ്ടം പോലുണ്ട്. നമുക്കിനി കുറേ കുപ്പിയിൽ കെട്ടി ചൂണ്ട അക്കരെ സൈഡിൽ കൊണ്ടുവന്നിടണം. പിന്നെ അതിനു വേണ്ടി നമുക്കൊരു ചെങ്ങാടം ഉണ്ടാക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെങ്ങാടം ഉണ്ടാക്കുന്നൊരു വീഡിയോ കാണും. അപ്പം ഓക്കെ. പൂ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പോൾ അതേ പൂ അങ്ങോട്ട് മാറ്റി വെക്ക്. ഇനി നമ്മുടെ എൻ്റെ കൈ ഇവിടെ ഇതേണ്ട ഇതുപോലെ കുഞ്ഞ് ചെമ്പല്ലിയാണ് നമ്മൾ കോർത്തിരുന്നത്. നമ്മളൊന്നുകൂടെ കോർത്തിട്ട് നോക്കാം. അവിടെ തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. എന്നിട്ട് രാത്രി പോയി പോക്കാം. ദേ ഇങ്ങനെ ഇവനിവിടെ കിടന്ന് അനങ്ങുമ്പോൾ മീൻ വന്ന് ചാടി വെട്ടും. ഉണ്ടോ? വെള്ളത്തിൽ ഇങ്ങനെ ഇവൻ കിടന്ന് അനങ്ങുമ്പോൾ വരാലൊക്കെ കണ്ടാൽ പെട്ടെന്ന് കയറി വെട്ടും. ഓക്കെ. അവിടെ നിന്നാണ് ചെമ്പല്ലി കുഞ്ഞിനെ പിടിക്കുന്നത്. ചെമ്പല്ലി കുഞ്ഞിനെ പിടിച്ച് നേരെ ഇവിടെ തോട്ടിലോട്ട് പായൽ പിടിച്ച് കിടക്കുക. അല്ല, ഇതിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ നല്ല വെള്ളഞ്ഞ വരാൽ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ വരാൽ കിട്ടിയ സ്പോട്ടാണിത്. നമ്മളിങ്ങോട്ട് തന്നെ കോർത്തിട്ട് നോക്കാം. ഇവിടെ ഇതേണ്ട ചെമ്പല്ലി കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. കുറേ പിടിച്ച് കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കോർത്തിടും. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ടിട്ട് വെച്ചേക്കാം. അധികം താഴാത്ത രീതിയിൽ, കാരണം വരാൽ ചാടി വെട്ടണമല്ലോ. അധികം താഴാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. വരാലൊക്കെ പറന്ന് കിട്ടിക്കോളും. ശരിയാ, വരാലൊക്കെ പറന്ന് കിട്ടിക്കോളും. നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കാന്നൊക്കെ നോക്കണം. നമ്മൾ ചൂണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ പോവുക. വരാലടിച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഇട്ട അതേ സ്പോട്ടിൽ തന്നെ. ഇതിപ്പോൾ മൂന്നാമത്തെ വരാലടിച്ചത്. ഒരു വരാൽ ഊരിപ്പോയി. ഇവിടുന്ന് തന്നെ ഇതും പോകുമോ ഒന്നും അറിയത്തില്ല. പതുക്കെ വലിച്ച് കയറ്റാം. സൈസ് ഓഹോ, കിട്ടിയതിൽ വലുതാണ് കേട്ടോ. അടിപൊളി. അവിട്ടിട്ട് ഓ, സൈഡില്ല, കുഴപ്പമില്ല. കിട്ടിയതിൽ ഏറ്റവും വലിയ വരാല കേട്ടോ. ഇത് നാടൻ വരാല. മുട്ട ഉണ്ടെന്നോ, വയറ് വീർത്തിരിക്കുന്നു. ചുമ്മാ ഒരു ചെമ്പല്ലി പിടിക്കും, അങ്ങോട്ട് കോർത്തിടും, കയറി വെട്ടും. എന്തായാലും കൊള്ളാം. ഇതിനെ കൂടെ ഊരിയിടാം. എന്നിട്ട് അടുത്ത ചെമ്പല്ലിയെ കോർത്തിടാം.